ഹായ് ഫ്രണ്ട്സ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഒരു പീകോക്കിനെ നമുക്ക് ബോട്ടിൽ വരച്ചെടുക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു ബേസ് കോട്ട് അടിച്ച ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ നെറ്റിൽ നിന്ന് ഞാൻ നോക്കി വരച്ച ഒരു പിക്ചറാണിത്. ഒരു പീകോക്ക്, നല്ല ബ്യൂട്ടിഫുൾ ഒരു മ്യൂറൽ ഡിസൈനാണ്. ദെൻ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ മൈന്യൂട്ട് പോയിൻറ്റ്സും ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ കൃത്യമായിട്ട് എല്ലാം വരച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നെറ്റിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടായാലും ചെയ്താൽ മതി. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ അക്രിലിക് പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ പിക്ചർ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിൽ പതുക്കെ സാവധാനം ടൈം എടുത്തിട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇത് കുറച്ച് ടൈം എടുക്കും. കാരണം കുറച്ച് വളരെ ചെറിയ പിക്ചർ ആയതുകൊണ്ട് തന്നെ ഓരോ പോർഷനും ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ പെയിൻറ്റ് ഫില്ല് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മ്യൂറൽ പാറ്റേണിലാണ് ഈ ഒരു പിക്ചർ. എനിക്കങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള പാറ്റേണും ഡിസൈനൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഡിസൈൻസ് ആൻഡ് പാറ്റേൺസ് നമുക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇനി വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ലൊരു പാറ്റേൺ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും ബോട്ടിൽ കാണാൻ. അപ്പോൾ ഞാൻ പെയിൻറ്റ് ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് തന്നെ തിൻ ബ്രഷ് യൂസ് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് ഔട്ട്ലൈൻ കൊടുക്കുക. ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് സ്കെച്ചോ മാർക്കറൊക്കെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നല്ല ഭംഗിയായിട്ട് ആ യെല്ലോ പെയിൻറ്റ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരികത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഫുള്ള് ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ചത് ഒരു ലെമൺ യെല്ലോ കളറാണ്. അത് ഫുള്ള് അടിച്ചതിന് ശേഷം അതിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഓറഞ്ച്, റെഡും യെല്ലോ മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫൈനൽ കോട്ട് ഞാൻ അടിച്ചു കൊടുത്തത് മാമ്പഴമഞ്ഞ നിറമാണ്. അതാണ് എനിക്ക് ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നിയത്. ദെൻ ജസ്റ്റ് ഒന്ന് ഫിനിഷ്, ഒരു ഫൈനൽ ടച്ച് ഞാൻ എല്ലായിടത്തും ഒന്ന് ചെയ്തു. ഇതാണ് ബോട്ടിൽ ആർട്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.